തീർച്ചയായിട്ടുമാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളിൽ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല സിനിമകൾ ചെയ്യണം, വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യണം, ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഷെയ്ഡ് ഓരോരോ സിനിമകളിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് എല്ലാ ആക്ടേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് വരുന്ന ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്താണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചൊരു കാലയളവിന് ശേഷമാണ് ഇപ്പോൾ ഒരു സിനിമേൻ്റെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ചൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെയും കൂടി ചലഞ്ച് ചെയ്യുന്ന വേഷണം ചെയ്യാന്നുള്ളതാണ് ഇനിയുള്ള പ്രയോറിറ്റി. എങ്ങനത്തെ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യാം? അല്ലെങ്കിൽ രാജേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായ ആടുജീവിതം പോലൊരു സിനിമ ഇനി ഞാൻ ചെയ്യില്ല എന്നെ അത്രയും ചെയ്തു. അത് അത്രയും ഫിസിക്കൽ എഫേർട്ട് അതിൽ ഇട്ടുകൊണ്ടാണ്. കാരണം പൃഥ്വി അതിൽ ഇട്ടിരുന്നൊരു ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അൺബിലീവബിൾ. ഒരു ദിവസം ഒരു 700 കാലറീസ് അല്ലെങ്കിൽ 800 കാലറീസിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കണ്ടിന്യൂസ്ലി 1-2 മാസം പൃഥ്വി കണ്ടിന്യൂ ആയിട്ട് ചെയ്തിരുന്നു. അത് ഹെൽത്തിന് നല്ലതല്ല, ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ഡോക്ടറോട് പോയി ചോദിച്ചാലും നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ അത്രയും എക്സ്ട്രീംസ് ചെയ്തുകൊണ്ടാണ് പൃഥ്വി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ഇനി അങ്ങനത്തെ ഒരു പടം ചെയ്യില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതൊരു കാലഘട്ടത്തിൽ എപ്പോഴാണെങ്കിലും അങ്ങനത്തെ ഒരു പടം ചെയ്യാൻ എല്ലാവരും ആഗ്രഹിക്കും. പൃഥ്വിയുടെ കരിയറിലെ ഒരു ഐസിംഗ് ഓൺ ദ കേക്ക് ആയിരിക്കും ആ സിനിമ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഒരു വരുവാണെങ്കിൽ തീർച്ചയായും എനിക്ക് എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ഇഷ്ടമാണ്. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, എന്നെ ചലഞ്ച് ചെയ്യുന്ന കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഹാപ്പി. ലൂസിഫറിൽ ഇന്ദ്രത്തിനെ കാസ്റ്റ് ചെയ്തതിനു ശേഷം പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്ത നടനാണെന്ന്. സ്വയം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിപ്പോ അതിന് ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്. എന്നെ ഉപയോഗിക്കേണ്ടവർ വന്ന് എന്നെ കാസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ആ സിനിമകളിലൊക്കെ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം സീരിയസ് സിനിമകളാണെങ്കിലും ഹ്യൂമർ സിനിമകളാണെങ്കിലും ആ സിനിമകൾ ഭംഗിയാക്കാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എൻ്റെ കരിയറിന്റെ ബിഗിനിങ് മുതൽ പീരിയോഡിക് ആയിട്ടുള്ള കാലയളവുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിലുണ്ടായിട്ടുള്ള മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. സോ ആസ് എൻ ആക്ടർ അത് ഞാനൊരു വലിയ ബ്ലെസ്സിംഗ് ആയിട്ട് കാണും. ഇപ്പൊ നമ്മൾ എൻ്റെ കരിയറിന്റെ തുടക്കത്തിലാണ് മീശമാധവൻ എന്ന സിനിമ വരുന്നത്. പിന്നെ മീശമാധവൻ കഴിഞ്ഞ് ക്ലാസ്മേറ്റ്സ് പോലത്തെ സിനിമ, അല്ലെങ്കിൽ 2020 ആ സമയത്ത് ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പിന്നെ ലൂസിഫർ. അപ്പൊ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ അതാണ് കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ട് നടൻ എന്നുള്ളൊരു ഒരു വലിയ ബ്ലെസ്സിംഗ് എനിക്കുണ്ട്. പിന്നെ അതുകൊണ്ട് നോ കംപ്ലൈൻറ്റ്സ്. പിന്നെ സമയം ഇനിയുണ്ട്, ഇനിയും ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ പോയിട്ടില്ല. അപ്പോൾ എന്നെ ഉപയോഗിക്കേണ്ടവർക്ക് ഒന്ന് ഉപയോഗിക്കും. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് വേണ്ട മാതിരി മലയാള സിനിമ അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് എനിക്ക്. ഞങ്ങൾക്ക് ഇതിൽ സാറ്റിസ്ഫാക്ഷനുണ്ട്. ഈ സിനിമ ഞങ്ങളത് യൂസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിനെ, അദ്ദേഹം എന്ന നടനെ ഞങ്ങൾ യൂസ് ചെയ്തു. ഞാൻ പറയണേ, എനിക്ക് ആസ് എന്താ പറയാ, ഒരു ബോക്കോസ് ഫിലിംസിന്റെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിനെ യൂസ് ചെയ്തിട്ടില്ല മലയാള സിനിമ. ഇവിടേക്ക് വന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു സിനിമ ചെയ്തു വേണം. അപ്പൊ അതല്ല കാര്യങ്ങൾ. എനിക്ക് പ്രൗഡ്ലി ഐ ക്യാൻ സേ ഞങ്ങളുടെ ഈ സിനിമയിൽ അദ്ദേഹത്തിനെ ഞങ്ങൾ യൂസ് ചെയ്തു. അദ്ദേഹം അതിനോട് ഇഴകി ചേർന്നിട്ടുണ്ട്. ഹ്യൂമർ ആണെങ്കിലും ഒരു ഫാമിലിയിലേക്ക് ഇമോഷണലി ആണെങ്കിലും എല്ലാം ഇഴകി ചേർന്ന്. അപ്പൊ അതിനുള്ള പൊട്ടൻഷ്യൽ അദ്ദേഹത്തിനുണ്ടെന്ന് ഞങ്ങളെപ്പോലുള്ള വളരെ അരുണാണെങ്കിലും പ്രമോദാണെങ്കിലും ഞാനും എൻ്റെ മകളും എല്ലാം സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അത് എനിക്ക് അദ്ദേഹത്തിനോട് പോത്ത് നോക്കി പ്രശംസിക്കേണ്ട കാര്യമില്ല, അതിനുണ്ടെങ്കിൽ. പക്ഷെ ഞങ്ങൾക്കറിയാം, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം. അറ്റ് സെയിം ടൈം രണ്ട് വാക്ക് ഇതിലും എനിക്ക് അഡീഷണൽ ആയിട്ട് പറയാനുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന സലീം കുമാർ വളരെ ഒരു ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ച് ഞങ്ങൾക്ക് ഇതിൽ സൂട്ടാവുന്ന ഒരാൾ വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ചിന്തിച്ച വലിയ ഒരാളാണ് സലീം കുമാർ. വളരെ വളരെ കോണ്ടന്റ് അനുസരിച്ചിട്ട് അതിന് ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അതിന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ജോണി ആന്റണി, പഴയ ഒരു ഡയറക്ടറും എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ ആയിരുന്ന അദ്ദേഹത്തിനോട് വസിഷ്ഠനുമായിട്ടുള്ള കോമ്പിനേഷനിൽ ഞാൻ കുറച്ച് ഡേറ്റ്സ് വേണം എന്ന് പറയുമ്പോൾ തന്നെ ആ ക്യാരക്ടർ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹവും ഞങ്ങളോട് സഹകരിച്ചു. ഒരു ചെറിയ ഷോട്ടിലാണെങ്കിലും രഘുനാഥ് പലേരി ഞങ്ങളോട് സഹകരിച്ചു. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ അത് അവർക്ക് താങ്ക്സ് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേദി പറയാതെ ഡെഫിനറ്റ്ലി സായി കുമാർ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു ചെറിയ റോള്. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാർ ട്രെൻഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സ്റ്റാർ ട്രെൻഡഡ് ആണ്.
അതാണ് ഈ സിനിമ. പക്ഷെ എല്ലാവരും അതിൻ്റെ സ്പിരിറ്റിൽ ഉൾക്കൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് പൃഥ്വിരാജിനും ഇന്ദ്രജിത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസറും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാനിപ്പോഴും പറയുന്നു, അദ്ദേഹത്തിന് വേണ്ട വിധം യൂസ് ചെയ്തിട്ടില്ല എന്നാണ് സിനിമ. ബേസിക്കലി ഇന്ദ്രേട്ടനെ ശരിക്കും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്ന ലൈക്ക് ബേസിക്കലി ഐ തിങ്ക് ഇന്ദ്രേട്ടൻ ഓൾസോ ലൈക്സ് ഡൂയിങ് സച്ച് കൈൻഡ് ഓഫ് റോൾസ്. എനിക്ക് തോന്നുന്നു ലൈക്ക് ഹീസ് ബേസിക്കലി എ വെരി ഹാപ്പി പേഴ്സൺ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ച് ഹാപ്പിയായി കുറച്ച് ഫൺ ഹ്യൂമർ ഒക്കെ ചെയ്യാൻ ലൈക്ക് വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഐ തിങ്ക് മാരിവൽ ഇസ് ഗോയിങ് ടു ബി എന്താ പറയുക, ഇന്ദ്രേട്ടൻ്റെ ഒരു ന്യൂ പോർട്രയൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഏറ്റവും ഇന്ദ്രേട്ടനെ കാണാൻ ആഗ്രഹമുള്ളത് നമ്മൾ കൊടുക്കുന്ന ഒരു മൂവി ആയിരിക്കും മാരിവൽ. പറഞ്ഞത് ചോദിക്കുകയാണ്, മീശ മാധവന്റെ കഥാപാത്രമായാലും ശരി, ക്ലാസ്മേറ്റ്സിലെ കഥാപാത്രമായാലും ശരി, ഇന്നും സോഷ്യൽ മീഡിയയിൽ അതിന്റെ ഷോർട്സോ റീൽസോ ഒക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ സിനിമ തന്നെ ഫുള്ള് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റും. അതേപോലത്തെ സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ മലയാള സിനിമയിൽ ശരി മിസ് ചെയ്യും. ഇപ്പോഴത്തെ അങ്ങനെ സിനിമകൾക്ക് ഒരാഴ്ച 7-8 പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ വാഷൗട്ടിൽ പോകുന്ന ചിത്രങ്ങളാണ് കൂടുതൽ. അത് നിലനിൽക്കുന്ന 1-2 മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടായിരിക്കും അത് ഇത്ര എക്സ്പീരിയൻസ് ഒരു ആക്ടർ എന്ന നിലയിൽ എന്തുകൊണ്ടാണ്? അതിന് നമുക്ക് സിനിമയുടെ കണ്ടന്റിന് മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമുക്കറിയാം നമ്പർ ഓഫ് സിനിമകൾ വളരെ കൂടുതലാണ്. എല്ലാ ആഴ്ചയും ഈ പറഞ്ഞതുപോലെ 4-5 സിനിമകൾ റിലീസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന നല്ല സിനിമകളും ആ കൂട്ടത്തിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം വിജയങ്ങളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ്. പക്ഷെ അതിനർത്ഥം വിജയിക്കാതെ പോയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല. അപ്പോൾ പിന്നെ കണ്ടന്റ് നന്നായില്ലെങ്കിൽ സിനിമ നന്നാവില്ല, അത് സത്യാവസ്ഥയാണ്. ഇപ്പൊ സിനിമ നന്നായില്ല അല്ലെങ്കിൽ എഴുത്ത് നന്നായില്ലെങ്കിലും സിനിമ നന്നാവില്ല. പക്ഷെ അത് മാത്രമല്ല, ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ അന്യഭാഷാ സിനിമകൾ വരുന്നുണ്ട്, തിയേറ്ററുകളുടെ അഭാവം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ സിനിമകൾക്ക് സർവൈവ് ചെയ്യാൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ ബട്ട് സ്റ്റിൽ വി ആർ ഫൈറ്റിംഗ് ഹാർഡ്. ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോയാൽ ഒരു വലിയ പരിഹാരം അതിന് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാളികൾ നോർമലി എല്ലാ സിനിമകളും, അത് കൊറോണ പീരീഡ് വന്ന സമയത്ത് തൊട്ട് എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്തു. അതിന് മുമ്പ് കാണാൻ ഇച്ചിരൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ലാംഗ്വേജുള്ള ഇപ്പോൾ തിയേറ്ററിൽ നടന്ന അന്യഭാഷ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് അതിലോട്ട് കയറാനുള്ള ടെൻഡൻസി ഉണ്ട്. ശരിക്കും മറ്റ് സിനിമകൾ ഒരു മലയാള സിനിമ പ്രൊഡ്യൂസറിനെ അറിയാം, മറ്റ് ഭാഷയിലുള്ള ചിത്രങ്ങൾ മലയാളത്തിൽ ഇറങ്ങുമ്പോൾ മലയാള ഭാഷയിലുള്ള ചിത്രങ്ങൾക്ക് പ്രാധാന്യം കുറയുകയാണെന്നുള്ളത് ശരിക്കും അതൊരു ഫോൾട്ടായിട്ട് നമ്മുടെ മലയാള ഇൻഡസ്ട്രിക്ക് ഒരു ഫോൾട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു അളവ് വരെ ഈ അന്യഭാഷാ ചിത്രങ്ങളുടെ റിലീസ് സ്റ്റേഷൻസിന് ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഒരു മാസ് വേവ് പോലെ വന്നാണ് നമ്മുടെ കംപ്ലീറ്റ് കേരളത്തെ കീഴടക്കുന്നത്. നല്ല സിനിമകൾ ഇവിടെ ഓടും. അപ്പോൾ 100 തിയേറ്റർ ആണെങ്കിലും 200 തിയേറ്റർ ആണെങ്കിലും 1000 തിയേറ്റർ ആണെങ്കിലും ഓടും. പക്ഷെ ചെറിയ സിനിമകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഒരു തിരമാല വരുന്നത് പോലെ വന്ന് കംപ്ലീറ്റ് ഏറ്റെടുക്കുന്ന ഒരു പ്രതീതിയുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള അന്യഭാഷാ സിനിമകളുടെ റിലീസ് ഡെഫിനറ്റ്ലി എല്ലാ ഭാഷകളും വേണം. സിനിമ എന്ന് പറയുന്നത് നോ ലാംഗ്വേജ് ബാരിയർ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയെ സേവ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മുടേതായ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില റിലീസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ കുറെ കൂടെ ഇങ്ങനെയുള്ള ചെറിയ മലയാള സിനിമകൾക്ക് കയറി വരാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അപ്പൊ അത് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് കണ്ട് നമുക്ക് ഇവിടെ അതൊക്കെ പോലുള്ളവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. കാരണം ഓർഗനൈസേഷൻസും അസോസിയേഷൻസും ഒക്കെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ നമുക്ക് നമ്മുടെ സിനിമയെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് ചെറിയ സിനിമകൾ വീണ്ടും ശ്രദ്ധിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളത് ഞാനിതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ചെയ്യാൻ തരാനുള്ള ഞങ്ങളുടെ വേദി എന്ന് പറയുന്നത് ഈ സിനിമയുടെ പ്രൊമോഷനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം, ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾക്ക് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ ഈ ഇപ്പം ഇന്ദ്രൻ പറഞ്ഞ മാതിരി നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് വേണം, ഉണ്ടായി പറ്റും. അതിലുപരിയായിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ക്യാരക്ടർ ഈ സിനിമയുടെ നരേഷൻ ഇൻസിൻ്റെ അടുത്ത് സംസാരിച്ചതിന് ശേഷം ഞാൻ മറ്റേ അരുണും പ്രമോദും എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ
ഇതിനെ നമുക്ക് ഇങ്ങനെ ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ടതിന് കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഓർമ്മ വന്നത് ചെറിയ സിനിമയെ പറ്റിയാണ്. രേഖ എന്ന് പറഞ്ഞ ഒരു പടം, അത് ഞാൻ കണ്ടിരുന്നു. അതിൽ വിൻസിയുടെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ. ബിക്കോസ് അപ്പം ചെറിയ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമയില്ല. സിനിമ ഓടുമ്പോഴത്തേക്കും അത് വലിയ സിനിമയായി മാറുന്നു. പക്ഷെ ഇന്ദ്രൻ പറഞ്ഞ മാതിരി ഈ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും സിനിമ എടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷെ ഞാൻ കണ്ടുവരുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഇപ്പം ഡിജിറ്റലൈസേഷൻ വന്നുകൂടി ആർക്കും സിനിമ എടുക്കാം എന്നുള്ളൊരു പ്രവണത നിലവിലുണ്ട്. പക്ഷെ അതിൻ്റെ കോണ്ടന്റോ അല്ലെങ്കിൽ അതിലുള്ള കാസ്റ്റിങ്ങോ കാര്യങ്ങളോ ചിലപ്പോൾ ഡയറക്ടറിന് മെയിൻ ആർട്ടിസ്റ്റായിട്ട് വരുന്നു, അതിൻ്റെ നായകൻ ആയിട്ട് വരുന്നു, വേറൊരു പെൺകുട്ടി ഒന്നും അറിയാൻ പാടാത്ത ഒരു പെൺകുട്ടി, ഒരു ഇതുവരെ ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരാളെ ഹീറോയിനാക്കുന്നു. അങ്ങനെയുള്ള ഒരു പ്രവണതയല്ല. സിനിമ ഇസ് വലിയൊരു പാഷനും വലിയൊരു സ്റ്റഡിയും ആവശ്യമുള്ള ഒരു മേഖലയാണ്. അത് സിമ്പിളായിട്ട് കണ്ടുകൊണ്ടും വരുന്ന സിനിമകളാണ് മലയാള ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ മറ്റുള്ള ഭാഷാ ചിത്രങ്ങൾ ഒരുപക്ഷെ അത് അന്ന് ഓടിയിട്ടുണ്ട്. 10 Commandments ആണെങ്കിലും ബെൻഹർ ആണെങ്കിലും ഒക്കെ അന്ന് ഓടിയിട്ടുണ്ട് സിനിമ, ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമ. പക്ഷേ അതൊന്നും നമ്മുടെ ഇതിന് പക്ഷെ അതിനോട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടും ഞാനൊരു സിനിമ എടുക്കണമെങ്കിൽ എനിക്ക് മറ്റേ തെലുങ്ക് സിനിമയുടെ ഒരു പടം കണ്ടിട്ട് അതിൻ്റെ ഒരു നേച്ചറിൽ ഒരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞാൽ സ്വയം ചിന്തിക്കണം. അല്ല കുറെ ആൾക്കാരെ കൂട്ടി നിർത്തി അതേമാതിരി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള എനിക്ക് വിശ്വാസം വേണ്ടേ. ആദ്യം ഒരു പ്രൊഡ്യൂസറിന്റെ ഏറ്റവും വലിയ കടമയാണ് വാട്ട് ഈസ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി, എൻ്റെ ഡയറക്ടർ സൂചിപ്പിച്ച മാതിരി, പപ്പേട്ടനാണെങ്കിലും പത്മനാഭൻ സാറാണെങ്കിലും ഭരതനേട്ടനാണെങ്കിലും ഇവരൊക്കെ മികച്ച സിനിമകൾ ഉണ്ടാക്കിയവരാണ്. അവരൊരു സ്ക്രിപ്റ്റിങ്ങിൽ കൂടി അവരുടെ വായനകളിലൂടെ എം.ടി. വാസുദേവൻ അദ്ദേഹം വായന കൊണ്ട് കിട്ടിയ ഗുണങ്ങളാണ് അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഒരു ദിവസമൊക്കെ അദ്ദേഹം സ്ക്രിപ്റ്റായിട്ട് ഇറങ്ങിത്തിരിക്കുന്നതല്ല. ഞാനിത് പറയാൻ കാരണം ഒരു പൊതുവേദിയിൽ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വേദിയിൽ ആവശ്യമില്ല. പക്ഷെ പലരും കഥ പറയാനായിട്ട് വരാറുണ്ട്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ കേൾക്കുന്ന കഥ ഒട്ടും വിശ്വസനീയമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മീഡിയാസ് എന്നുള്ള കുറച്ച് ആൾക്കാരെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ഏൽപ്പിക്കുക കഥ കേട്ടിട്ട് എങ്ങനെ സിനിമ അവരുടെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം വേണ്ടതെന്ന് നിങ്ങളുടെ സജഷനോട് കൂടിയ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എൻ്റെ പൊരുൾ മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് ആക്ച്വലി എംപുരാന്റെ ഷൂട്ടിംഗ് അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, US-ലാണ്. അപ്പോൾ അതിന്റെ നാളെ എംബസിയിൽ അപ്പോയിന്റ്മെന്റ് ആണ്, 7:15 എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ പ്ലീസ് എക്സ്ക്യൂസ് മീ, എയർപോർട്ടിലേക്ക് നേരെ ഇവിടെ നിന്ന് പോകാം. അത് പറയണോ? എല്ലാ വിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംപുരാൻ. അത് കാസ്റ്റ് വൈസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലൊക്കേഷൻസ് വൈസ്, ബഡ്ജറ്റ് വൈസ്, എല്ലാ രീതിയിലും. ഓൾറെഡി ഇപ്പോൾ 2 ഷെഡ്യൂൾ കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു, UK ഒരെണ്ണം കഴിഞ്ഞു. അടുത്ത ഷെഡ്യൂൾ US-ൽ തുടങ്ങുകയാണ് അടുത്ത ആഴ്ച. അപ്പോൾ അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സത്യാന്വേഷണം നടത്തി ഗോവർദ്ധൻ പുതിയ സത്യങ്ങൾ തേടി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച് എവരിബഡി. താങ്ക് യു. അത് ഉടനെ ഇല്ല, തീർച്ചയായിട്ടും അതിന്റെ സമയമാകുമ്പോൾ ഞാൻ തന്നെ ഇതുപോലെ ഒരു പ്രസ് മീറ്റ് വിളിച്ചുകൂടി എല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും. ഒന്നുമില്ലാത്ത സമയത്ത് പൃഥ്വിരാജ് എന്ന ആള് പടയുന്ന ലൂസിഫർ എന്ന ചിത്രം ഇറക്കി മലയാള സിനിമയെ ഞെട്ടിച്ചു. അതായത് ഇങ്ങനെ ഒരു പടം അത് കണ്ടിട്ടില്ല മലയാളികൾ. മറ്റു ലാംഗ്വേജ് കണ്ടിട്ട് മലയാളത്തിൽ കണ്ടിട്ടില്ല. അതേപോലെ ഒരു ചിത്രം ഞെട്ടിക്കണോ? നോക്കട്ടെ, ഞെട്ടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. കരിയർ നല്ല രീതിക്ക്, അതായത് ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും ഓരോ കഥാപാത്രം ഒന്നും സമയമല്ലാതെ ലെവലായിട്ട് ആ ഗ്രാഫ് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ കേസ് ഓഫ് ക്രിസ്റ്റസ് അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രം ഇങ്ങനെ ഒരാൾ ചെയ്തോ, ഈ വ്യക്തിയാണോ ഇത് ചെയ്തത് എന്നൊരു ചർച്ച വരെ ഉണ്ടായിരുന്നു. അത് ഓസ്കാറിലൊക്കെ പോയി, അത് വേറൊരു രീതിയിലാണ്. അപ്പൊ ഈ സിനിമയിലെ ഈ കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ല, കുറച്ചൊരു ഹ്യൂമർ ആയിട്ടൊരു കഥാപാത്രമാണ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കഥാപാത്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഹ്യൂമർ ഞാൻ നായിക എന്നൊക്കെ പറഞ്ഞ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നെ തിരിച്ചറിയുന്നത് കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റും, അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട്
എന്നുള്ള രീതിയിലാണ്. അപ്പം പക്ഷെ സിനിമയിലോട്ട് കയറുമ്പോഴത്തേക്കിനും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഭയങ്കര സ്ട്രോങ് അല്ലെങ്കിൽ ഭയങ്കര ബോൾഡ് അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് വരുന്നത്, ഇമോഷണലി. അപ്പം ഈ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമർ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. സൗദി വെള്ളയ്ക്കയിൽ ഒരു ചെറിയൊരു റോൾ വന്നു, പത്മിനി, സ്മൃതി. അപ്പം ഈ ഒരു സ്പേസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതില് മുഴുനീള ഒരു ഹ്യൂമറിന് വേണ്ടി ഹ്യൂമർ ചെയ്യുന്ന ഒരു ക്യാരക്ടറല്ല, പക്ഷെ സിറ്റുവേഷനലി ഒരു ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. വിൻസി പറയുന്നത് ഇവരിങ്ങനെ ടീച്ചറിനകത്ത് പറയുന്നത് ഒരു കല്യാണം കഴിഞ്ഞ പോലെ ഇങ്ങനത്തെ ആ ഒരു അപ്പൊ വിൻസി എങ്ങനെ വിശ്വസിക്കുന്നു? ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇഷ്ടങ്ങളായിരിക്കുമല്ലോ, അതൊരു ലീഗൽ ബോണ്ടിങ് അങ്ങനെ അത് വേണമെന്നില്ല, അത് മനസ്സുകളുടെ ബോണ്ടിങ് ആണ് എന്നൊക്കെ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വിശ്വസിക്കുന്ന ഒരാളാണോ? ഇപ്പം ഇതില് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂജൻ ആൾക്കാർ റെപ്രസെന്റ് ചെയ്യുന്ന ക്യാരക്ടർ പോലെയാണ്. ഞാൻ അങ്ങനെയല്ല ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പം അവരുടെ ചോയ്സുകളാണ്. ഇപ്പം ഇവർക്ക് കല്യാണം കഴിക്കാൻ കുട്ടികൾ വേണ്ട, ഞങ്ങൾക്ക് കുട്ടികളാവാൻ കല്യാണം കഴിക്കേണ്ട എന്ന് പറയുന്നിടത്ത് അവരുടെ വ്യൂ പോയിന്റ്സ് കാണിക്കുന്നുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നല്ല മൂവിയിൽ നമ്മൾ കാണിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ഓൾസോ നമുക്കിപ്പം എന്ത് തോന്നുന്നല്ല, ഇപ്പം എനിക്ക് മാരേജ് ആണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ആഫ്റ്റർ 2 years അത് മാറാം. സോ ഇപ്പൊ ഞാൻ തീരുമാനങ്ങളോ എനിക്ക് ഇന്ന കോൺസെപ്റ്റോ ഒന്നുമില്ല. സോ ലെറ്റ് ഇറ്റ് ബി. എൻ്റെ പാർട്ട്ണർ കൂടി വരട്ടെ, പാർട്ട്ണറിനെയും കൂടി രീതിയിൽ ചിലപ്പോൾ നമുക്ക് മാരേജ് ആയിരിക്കും ഓക്കെ ആവുക, ചിലപ്പോൾ മാരേജ് ഓക്കെ ആവില്ല. ഞാൻ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. സിയാദക്ക കോക്കസ് ഫിലിംസിന്റെ അമരക്കാരനാണ്. സിയാദക്കയും സിയാദക്കയുടെ മകൾ ഷർമീൻ സിയാദ്. ഷർമീൻ ആണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവരെല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വിൻസി അലോഷ്യസ്, സർജാനോ ഖാലിദ്, ഇന്ദ്രജി സുകുമാരൻ, ശ്രുതി രാമേന്ദ്രൻ, പിന്നെ ഞാൻ വസിഷ്ഠ് ഉമേഷ്, ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ പ്രമോദ് മോഹൻ. അപ്പോൾ ഒഫീഷ്യലി ഇത് ഷെറിൻ, ഷിൻറ്റോ, റോണി, മീനാക്ഷി ഇവരാണ് 4 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് 4 കഥാപാത്രങ്ങൾ സിനിമയില്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ്. ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട്, ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമ ആയിരുന്നെങ്കിൽ ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഒരു എൻഡ് ടു എൻഡ് ഫൺ ഫിലിം, ആൾക്കാരെ ചിരിപ്പിക്കുന്ന ഒരു സിനിമ, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന സിനിമ. എന്നാൽ അതിലൂടെ കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, 4 ചെറുപ്പക്കാരുടെ ലൈഫിൽ, 2 കപ്പിളിന്റെ ലൈഫിലുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ, വളരെ വ്യത്യസ്തമായുള്ള ആൾക്കുള്ള 4 കഥാപാത്രങ്ങളാണ്. അവരൊരുമിച്ച് ഒരു കുടുംബമാണ്. ആ കുടുംബം അവരൊരുമിച്ച് ഒരു കുട കീഴിൽ ഏതാനും മാസങ്ങൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ നല്ല നിമിഷങ്ങൾ, ആ നിമിഷങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്ന കുറേ ഏറെ അവരുടെ ലൈഫിലെ, അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കുറേ ഇൻസിഡൻസ്, ഇതാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഞാൻ ഇന്ദിരയുടെ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്ന് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി. അവരോട് സൂചിപ്പിച്ചതുപോലെ ഇതൊരു മരവിലും ഗോപുരങ്ങൾ എന്ന സിനിമ ഒരു ഫൺ ഫാമിലി എന്റർടൈനറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ്. കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ഞാൻ ചെയ്യുന്നത്. ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ള നടനാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാരുവിലും ഗോപുരങ്ങൾ എന്ന ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ എന്ന് പറയുന്നത്. ഇത് ഒരു ഫാമിലി എന്റർടൈനറാണ്, വിച്ച് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ്. ഷിൻഡോന്റെ സഹോദരനായ റോണി, ഷിൻഡോന്റെ ഭാര്യ ഷെറിൻ, റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി, ഇവർ 4 പേരുടെയും കഥയാണ്. 4 പേരുടെയും ലൈഫിലുണ്ടാവുന്ന ചില ക്രൈസിസുകൾ. അതങ്ങനെ ഒരു സെൻട്രൽ സ്ട്രക്ചറുള്ള സിനിമയല്ല, പക്ഷെ ഇവരുടെ 4 പേരുടെയും സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഫാമിലി യൂണിറ്റ് എന്ന നിലയ്ക്ക് ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി അത് കൾമിനേറ്റ് ചെയ്യുന്നതാണ് സിനിമ. പക്ഷേ ഈ പറഞ്ഞു പോയിരിക്കുന്ന രീതി
കംപ്ലീറ്റ്ലി ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടാണ് ഈ ചിത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. സിയാദൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലെജൻഡറി ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറാണ്. വിദ്യാജിയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാലയളവിന് ശേഷം. പാട്ടുകൾ ഇപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5-6 സോങ്സ് നമുക്കുണ്ട്. അതിലിപ്പോൾ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള 2 സോങ്സ് ഉള്ളൂ, 3 സോങ്സ് ആണ്. അപ്പൊ എന്തുകൊണ്ടും ഐ ആം റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്റ്റ്. നല്ലൊരു എന്റർടൈൻമെന്റ് ഒരുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവർ രണ്ടുപേരും പറഞ്ഞ മാതിരി തന്നെ മാരിവില്ലൻ ഗോപുരങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ഒരു സെലിബ്രേഷനാണ്, ഒരു ഫൺ ഫാമിലി എന്റർടൈനർ, ഒരു റൊമാൻസും കോമഡിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എനിക്ക് ഐ വാസ് വെരി എക്സൈറ്റഡ് ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ. കാരണം ഞാൻ ഇതുവരെയും ഹ്യൂമർ എന്ന് പറഞ്ഞൊരു ജോണർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഈ സിനിമയിൽ ഒരു ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. സോ അത് എനിക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിൻ്റെ ഈ ടീം കോക്കേഴ്സ് മീഡിയ എന്ന ബാനർ, വിദ്യാസാഗർ ടീമിൻ്റെ മ്യൂസിക്, അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരുന്നു. ഇത്രയല്ല, കുട്ടികൾക്ക് വളരെ എന്റർടൈനിങ് ആയിട്ടുള്ളൊരു വലിയ എലിമെന്റ് ഈ സിനിമയിലുണ്ട്. അതിലധികം വിഷ്വൽസും നമ്മൾ ഇതുവരെ ടീസറിലോ സോങ്സിലോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. ചെറിയ 1-2 സ്നിപ്പറ്റ്സ് ഉണ്ട്. ഒരു എൻറ്റയർ സെഗ്മെന്റ് ഓഫ് ദ ഫിലിം കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പോർഷൻ സിനിമയിലുണ്ട്. ഒരു കോമിക് കാരിക്കേച്ചറിസ്റ്റ് പോർഷൻ സിനിമയിലുണ്ട്. അത് ഡെഫിനറ്റ്ലി വർക്ക് ആവും. കാരണം അങ്ങനെ ഒരു അറ്റംപ്റ്റ് അധികം മലയാള സിനിമയിൽ വന്നിട്ടില്ല. അപ്പോൾ അത് രസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇവരെല്ലാവരും പറഞ്ഞ പോലെ ഒരു ഫൺ പാക്ഡ് എന്റർടൈൻമെന്റ് ഫിലിമാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഒരു ഏജ് ബാരിയറും ഇല്ലാതെ കാണാൻ പറ്റിയൊരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അഭിനയിച്ച സീൻസും ഡബ് ചെയ്തപ്പോൾ കണ്ട സിനിമയും പിന്നെ വായിച്ച സ്ക്രിപ്റ്റും വെച്ചിട്ട് എനിക്ക് ജെന്യുവൻലി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നും ആൾക്കാർക്ക് കണക്ട് ആവുന്ന സിനിമയായിരിക്കണം. സോ ഹോപ്പ്ഫുള്ളി എല്ലാവരും പോയി സിനിമ കാണാൻ നല്ല സിനിമ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ഹായ്, ഇതുവരെ എൻ്റെ കരിയറിലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. എൻ്റെ ക്യാരക്ടറും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഔട്ട്ലുക്കും അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്കും അതുപോലെ ഹ്യൂമർ എനിക്ക് ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഒരു ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് മാരിവില്ലൻ ഗോപുരങ്ങളിൽ നിന്നാണ്. ഒരുപാട് ഹോപ്പുണ്ട്. കാരണം അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്. ഇപ്പം പറഞ്ഞ പോലെ വശിഷ്, അതുപോലെ സുചേച്ചി, ഇന്ദ്രേട്ടൻ, സർജാനു, ഇവരുടെ കൂടെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻസ് അടിപൊളിയായിരുന്നു. നല്ല നല്ലൊരു എന്താ പറയുക ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ബിന്ദു ചേച്ചി ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ചേച്ചിയുടെ കൂടെയുള്ള സീൻസൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ ആസ് എ ഓൾ നോക്കുമ്പം ഒരുപാട് ഹോപ്പുള്ള, എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിൽ ഒരു ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്ന ഒരു മൂവിയാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ. നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ദിവസവും ഷൂട്ട് ചെയ്തതും എല്ലാം. അപ്പം ആ എൻജോയ് ചെയ്ത ആ ഒരു ഹാപ്പി വൈബ് നിങ്ങളിലോട്ടും തിയേറ്ററിൽ നിങ്ങൾ കാണുമ്പം നിങ്ങളും അത് എൻജോയ് ചെയ്യും തന്നെയാണ് എൻ്റെ കോൺഫിഡൻസ്. സോ കാണണം. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മൾ പല വേദികളിലും പല പ്രാവശ്യമായിട്ട് ഞാൻ പേഴ്സണലി കണ്ടുമുട്ടാറുള്ള ആൾക്കാരെന്ന് നിങ്ങൾ എല്ലാവരും തന്നെ. നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ നന്ദി പറയുന്നു. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് പ്രസ് മീറ്റാണ്. നമ്മളെല്ലാവരും ഒന്നായി നിന്നുള്ള ഒരു പ്രസ് മീറ്റാണ്. നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കോക്കേഴ്സ് ട്രഡീഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം കരുതുവാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും
നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാണ് കാര്യങ്ങൾ എന്നെ അല്ലെങ്കിൽ എൻ്റെ കമ്പനിയെ ഇതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവരെ. രണ്ടാമത്തെ കാര്യം, ഞാനിത് സെക്കൻഡ് ജനറേഷനിലേക്ക് ഫോക്കസ് ഫിലിംസ് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉദിച്ചപ്പോൾ ഞാൻ നേരത്തെ വേദിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ മൂത്ത മകളായ ഷെർമി അതിൽ താല്പര്യം കാണുകയും അവർ ആദ്യമായിട്ട് കുടി എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് പ്രവീൺ എന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു അന്ന് ചെയ്തിരുന്നത്. അദ്ദേഹവും ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലാണ് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗം എന്ന നിലയിൽ ഫോക്കസ് ഫിലിമിലും പ്രവർത്തിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഷൂട്ടിങ്ങിൽ ഷെയർ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആക്ച്വലി ഞങ്ങൾ ഏറ്റവും വലിയ താങ്ക്ഫുൾ, ഞങ്ങൾ എല്ലാവരുടെയും കൂടെ മനസ്സിലുള്ള താങ്ക്ഫുൾ ഒരു പറയുന്നത് മിസ്റ്റർ വിദ്യാജിയാണ്. ബിക്കോസ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ ഓരോ സോങ്സും പോകുന്നത്. അത് കണ്ടമാനം അതിൽ അതേമാതിരി തന്നെ നമ്മളെ ലിറിസിസ്റ്റ് വിനായക ശശികുമാർ, അദ്ദേഹം നല്ല വരികൾ, ഞങ്ങൾ എല്ലാവരും മോഹൻ ചുണിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വരികൾ മാറ്റുന്ന ഒരു പ്രകൃതത്തിലുള്ള, എനിക്ക് ഞാൻ പറയണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ബദലായിട്ട് ഒരിക്കലും ഗിരീഷ് പുത്തഞ്ചേരി ആകില്ല എന്ന് ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം വിദ്യാജി കോമ്പിനേഷനിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ഇൻ ബത്ലേഹം എന്ന് പറയുന്ന എൻ്റെ പടത്തിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ മേക്കിങ്ങും എൻ്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയാണ്, അതിന് സംശയമില്ല. എല്ലാവരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിൻസി ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഷർജാനാണെങ്കിലും ശ്രുതി ആണെങ്കിലും എല്ലാവരും ഞങ്ങളുടെ ആ സ്പിരിറ്റിനോട് ഒരുമിച്ച് നിന്നും ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ പടത്തിൽ പോകുന്നതാണ്. ഞങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നു ആ വിധത്തിൽ തന്നെ അതിൽ വരികയും അതേമാതിരി തന്നെ പിക്ചറൈസേഷൻ, ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഇല്ല, ശ്യാം, അദ്ദേഹത്തിന് വലിയ എക്സ്പീരിയൻസ് ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും കുറെ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫി, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഇതിലുള്ളത്. ആൻഡ് താങ്ക്സ് ടു അവർ ലിറ്റിൽ ബോയ് വസിഷ്ഠ്. ബിക്കോസ് ഇതിൽ നേരത്തെ ഇന്ദ്രജിത്ത് സൂചിപ്പിച്ച മാതിരി തന്നെ കുട്ടികൾക്ക് വരെ എന്റർടൈൻമെന്റ് ഈ സിനിമയിലുണ്ട്. ബിക്കോസ് അദ്ദേഹം ഈ വസിഷ്ഠ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഷിൻജു എന്ന് പറയുന്ന നമ്മുടെ ഇന്ദ്രജിത്ത് ചെയ്യുന്ന ക്യാരക്ടറുമായിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ട്. അതെല്ലാം തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികളുടെ വിഭാഗത്തിൽപ്പെട്ട എല്ലാ കുട്ടികൾക്കും തന്നെ